ഹലോ, ഞാൻ ജാനകിയാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആദ്യം വല്യച്ഛനെയും വല്യമ്മേനെയും പിക്ക് ചെയ്യാൻ പോയാലോ? നമ്മൾ എങ്ങോട്ടാ പോണേന്നറിയോ? നമ്മൾ തിരുപ്പതിക്കാണ് കേട്ടോ പോണത്. നമ്മൾ റിഫൈനറിക്ക് എത്തി. നമ്മൾ അങ്ങനെ വല്യച്ഛനെയും വല്യമ്മേനെയൊക്കെ പിക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോ? നമ്മുടെ തിരുപ്പതിക്ക് പോകാനുള്ള കാരണം എൻ്റെ അപ്പൂപ്പൻ്റെ സപ്തതിയാണ് കേട്ടോ, 70th ബർത്ത്ഡേ. അപ്പോൾ അപ്പൂപ്പൻ എന്താ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പനെ തിരുപ്പതിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇത് കേൾക്കാൻ കാത്തിരുന്ന മാതിരി വല്യച്ഛനും വല്യമ്മയും പ്ലാൻ ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ അനീഷ്. അങ്കിളുടെ ഡ്രൈവിംഗ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഡയറക്റ്റ് തിരുപ്പതിക്ക് പോണതിന് പകരം നമ്മൾ ആദ്യം തമിഴ്നാടുള്ള വെല്ലൂർ സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം ഒരു സ്ട്രെച്ചിൽ ഇരുന്നൊക്കെ കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മമ്മയ്ക്കൊക്കെ വയ്യാണ്ടാവും. നമ്മളിന്ന് വെല്ലൂർ സ്റ്റേ ചെയ്യണോണ്ട് വല്യമ്മ വെല്ലൂരിലത്തെ ഫേമസ് ടെമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കിയപ്പോൾ ഒരു ഗോൾഡൻ ടെമ്പിൾ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ തൊഴാൻ പോവും. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. നമ്മൾ പാലക്കാടുള്ള ആദി ഭവൻ എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇറങ്ങിയത്. ഇത് വെല്ലിച്ചൻ ഓർഡർ ചെയ്ത് പൂയി മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സേവയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ മുമ്പ് പാലക്കാട് നിന്ന് കഴിച്ച സേവയായിരുന്നു എനിക്ക് ഇത്തിരിയും കൂടി ഇഷ്ടമായത്. അമ്മയും അപ്പൂപ്പനും ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞേച്ചേട്ടൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റും പിന്നെ വല്യമ്മ ഓർഡർ ചെയ്തത് പൊങ്കലും ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ പോണ വഴി സേലത്തുള്ളൊരു ഭംഗിയുള്ള അമ്പലം കണ്ടു കേട്ടോ. അപ്പോഴാണ് കേട്ടോ അനീഷങ്ങൾ പറഞ്ഞത് ഇവിടെ 1008 ശിവലിംഗമുള്ളൊരു അമ്പലമാണെന്ന്. നമുക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെല്ലൂരെത്താൻ വൈകും. അതുകൊണ്ട് അതിൻ്റെ ഭംഗി പുറത്തു നിന്ന് ആസ്വദിച്ച് നമ്മൾ യാത്ര തുടർന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ സേലത്തുള്ള അടയാർ ആനന്ദ ഭവനിലാണ് കേട്ടോ പോയത്. A to B. അപ്പൂപ്പൻ ഓർഡർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ താലിയായിരുന്നു. അപ്പൂപ്പൻ അത് അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. അമ്മമ്മ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും കുറുമയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് വെജ് നൂഡിൽസും ചില്ലി ഗോപിയായിരുന്നു. എനിക്കത് നല്ലോണം ഇഷ്ടമായി. വല്യച്ഛൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. കൂടെ മഷ്റൂം 65ഉം ഗോബി 65ഉം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വെല്ലൂരെത്തി. നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ മരങ്ങളൊക്കെ വളർന്നു നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യണത് ശ്രീപുരം എന്നുള്ളൊരു ഗ്രാമത്തിലാണ് കേട്ടോ. ഈ അമ്പലം 100 ഏക്കേഴ്സിൽ പരന്നു കിടക്കുകയാണ്. ആദ്യം തന്നെ ഈ അമ്പലത്തിലത്തെ പ്രതിഷ്ഠ ആരെന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീ ലക്ഷ്മി നാരായണി അഥവാ മഹാലക്ഷ്മിയാണ് കേട്ടോ ഈ അമ്പലത്തിലത്തെ പ്രതിഷ്ഠ. ഈ അമ്പലം ആദ്യമായിട്ട് പബ്ലിക്കിന് ഓപ്പണായി കൊടുത്തത് 2007 കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എക്സിറ്റ്. നമ്മൾ വലിയ ഗേറ്റ് കണ്ടപ്പോൾ ഇതായിരിക്കും എൻട്രൻസ് എന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗണേശൻ ഫുള്ള് സിൽവർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹമാണ് കേട്ടോ. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു പണി കിട്ടിയിട്ടോ. അവർ പറഞ്ഞു കാല് കാണിക്കുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയൊരു പാൻറ്റൊക്കെ മേടിച്ചിട്ടു കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1500 കിലോഗ്രാം ഓഫ് പ്യുവർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്. ഈ അമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴി ഒരു സ്റ്റാർ ഷേപ്ഡ് പാത്താണ് കേട്ടോ. അതായത് ഒരു ശ്രീചക്രത്തിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെ ദൂരം 1.8 കിലോമീറ്റർ ആണ്. ഈ ഒരു ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ മഹാലക്ഷ്മിനെ തൊഴാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ കാണാൻ കേട്ടോ വെല്ലൂർ ഫോർട്ട്. നമ്മുടെ ഗോൾഡൻ ടെമ്പിളൊക്കെ നല്ല സുഖമായിട്ട് തൊഴുതു. നിങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ വരികയാണെങ്കിൽ സൺലൈറ്റിലും അമ്പലം കാണാൻ പറ്റും. രാത്രി ഇടണ അവരുടെ ലൈറ്റ്സിലും ഗോൾഡൻ ടെമ്പിൾ കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അതും കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യേണ്ട ടെമ്പിളാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ. അത്രയും ഭംഗിയാണ് കാണാൻ. വന്താര സ്വീറ്റ്സിലാണ് കേട്ടോ ഞങ്ങൾ വെല്ലൂർ സ്റ്റേ ചെയ്തത്. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തിരുപ്പതിയിലേക്കുള്ള ജേർണി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ.